മൊഴിയാഴത്തിലേക്ക് സ്വാഗതം. 1948 പാമ്പ് കടിയേറ്റ് മരിക്കുമ്പോൾ പി കൃഷ്ണപിള്ളയ്ക്ക് 46 വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ചെറിയ ജീവിതത്തിനിടയിൽ കേരളത്തെ ആകെ ചുവപ്പിക്കാനുള്ള, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ കീഴിലേക്ക് നയിക്കാനുള്ള വലിയൊരു കൂട്ടം നേതാക്കളെ അദ്ദേഹം കണ്ടെത്തിയിരുന്നു. അവരാണ് പിന്നീട് കേരളത്തെ ചുവപ്പിച്ചത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ നേതാക്കളായി കേരളത്തെ പുരോഗമനപരമായ ഒരു രാഷ്ട്രീയത്തിലേക്ക് നയിച്ചത്. അക്കൂട്ടത്തിലെ വി എസ് അച്യുതാനന്ദനെ കുറിച്ചാണ് ഈ മൊഴിയാഴത്തിൽ ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. വി എസ് അച്യുതാനന്ദനെ വളരെ അടുത്ത പരിചയമൊന്നും എനിക്കില്ല. പലതവണ കണ്ടിട്ടുണ്ട്, ഒന്നോ രണ്ടോ തവണ ചെറിയ തോതിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതിലുപരിയായി വി എസ് എന്ന നേതാവിനെ, വി എസ് എന്ന കമ്മ്യൂണിസ്റ്റുകാരനെ വളരെ സൂക്ഷ്മമായി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ വളരെ സൂക്ഷ്മമായി ഗൗരവത്തോടെ വിലയിരുത്താനുള്ള ശ്രമം എപ്പോഴും എന്നിലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങളാണ് വി എസിനെ കേരള രാഷ്ട്രീയത്തിൽ വേറിട്ട് നിർത്തുന്ന ഒന്നായി മാറ്റുന്നത്. അടിസ്ഥാനപരമായി നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ അടിസ്ഥാന വർഗത്തിൽ നിന്ന് വളർന്നു വന്ന ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാൻ കഴിയും. എല്ലാ അർത്ഥത്തിലും തൊഴിലാളിയായ, എല്ലാ അർത്ഥത്തിലും അടിസ്ഥാന വർഗത്തിൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്ന അങ്ങനെ ഒരാൾ വളരെ അപൂർവമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭരണത്തിൻ്റെ, അധികാരത്തിൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തലത്തിലേക്ക് എത്തുന്നത് നമുക്കറിയാം 83-ാമത്തെ വയസ്സിലാണ്. ഒരുപക്ഷെ ദീർഘായുസില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന വി എസ് അച്യുതാനന്ദൻ ആവുമായിരുന്നില്ല. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും പ്രായമുള്ള ഒരാൾ, ഏറ്റവും പ്രായം ആയ ഒരാൾ മുഖ്യമന്ത്രിയാവുന്നത് വി എസിനോടുകൂടിയാണ്, 83-ാമത്തെ വയസ്സിൽ. അത് കഴിഞ്ഞ് പിന്നെയും 10 വർഷം കഴിഞ്ഞാണ് അദ്ദേഹം വീണ്ടും ഒരു ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാൻ സ്ഥാനമെടുക്കുന്നത്. അപ്പോൾ 80 വയസ്സുകൾക്ക് ഇപ്പുറത്താണ് അദ്ദേഹം കേരളത്തിലെ അധികാര കേന്ദ്രങ്ങളിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്ന നേതാവായി മാറുന്നത്. അതുവരെ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൻ്റെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വലിയ പോരാളിയായി പ്രവർത്തിക്കുകയായിരുന്നു. കേരളത്തിലെ ഏറ്റവും അധികം കാലം പ്രതിപക്ഷ നേതാവായി നിന്ന ഒരാൾ വി എസ് അച്യുതാനന്ദനായിരിക്കും. അപ്പോഴും അദ്ദേഹം നിലപാടുകൾ കൊണ്ട് വേറിട്ട ഒരു കമ്മ്യൂണിസ്റ്റായി തന്നെ നിലകൊണ്ടു. എന്തുകൊണ്ടാണ് വി എസ് ഇങ്ങനെയൊക്കെ ആയത് എന്ന് കേരളത്തിലെ ഓരോ മനുഷ്യരും ചിന്തിക്കാറുണ്ട്. പ്രതിപക്ഷ നേതാവ് ആവുന്നത് വരെയുള്ള വി എസ് അച്യുതാനന്ദനെ കമ്മ്യൂണിസ്റ്റ് സർക്കിളിനകത്ത് മാത്രം നിറഞ്ഞു നിന്ന ഒരു നേതാവാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് പൊതുമണ്ഡലത്തിൽ കേരളത്തിൻ്റെ ജനകീയ പ്രശ്നങ്ങളിൽ കേരളത്തിലാകെയുള്ള മനുഷ്യരുടെ പ്രിയപ്പെട്ട ഒരു നേതാവായി അച്യുതാനന്ദൻ ഉയർന്നു വരുന്നതാണ്. അച്യുതാനന്ദനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറിട്ട് നിർത്തുന്നത് അദ്ദേഹം എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം 40കളുടെ അവസാനമാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനത്തിലൊക്കെ വരുന്നത്. പക്ഷെ അതിനു മുന്നേ ആലപ്പുഴയിലെ പുന്നപ്ര എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച് 4-ാമത്തെ വയസ്സിലെ മറ്റേ അമ്മ മരിച്ച്, 11-ാം വയസ്സിൽ അച്ഛനൊക്കെ മരിച്ച്, തികച്ചും അനാഥമായൊരു ബാല്യത്തോടെ അത് കഴിഞ്ഞ് 7-ാം ക്ലാസ്സിൽ വെച്ച് അദ്ദേഹത്തിന് വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ടി വരുന്നു. പിന്നീട് തൊഴിലെടുക്കേണ്ടി വരുന്നു. ജൗളിക്കടയിലെ ജോലി, കൂലിപ്പണി, അത് കഴിഞ്ഞ് ആസ്പിൻ വാൾ ഫാക്ടറിയിലെ കൂലിത്തൊഴിലാളി, ഇങ്ങനെയൊക്കെ വളർന്നൊരു പശ്ചാത്തലത്തിലുള്ള ഒരാളാണ് 83-ാമത്തെ വയസ്സിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അടിസ്ഥാന വർഗത്തിൻ്റെ നേതാവ് എന്ന നിലയിൽ ഇത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്, ഒരു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെയും അവസാനത്തെയും തികച്ചും കമ്മ്യൂണിസ്റ്റായ, കമ്മ്യൂണിസ്റ്റ് ജീവിതചര്യകളിലൂടെ മാത്രം വളർന്നു വന്ന ഒരു നേതാവ്, ഒരു മുഖ്യമന്ത്രി. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായപ്പോഴും അദ്ദേഹം വേറിട്ട് നിന്നു. അദ്ദേഹം ഭരണം ഏറ്റെടുക്കുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം നടത്തിയ, കേരളത്തിലൊരു പ്രശസ്ത പത്രപ്രവർത്തകനായ പി കെ പ്രകാശുമായി നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ മറ്റൊരു മുഖ്യമന്ത്രിക്കും മറ്റൊരു ഭരണാധികാരികൾക്കും അങ്ങനെ തുറന്നു പറയാനുള്ള ആർജവമുണ്ടായിരുന്നില്ല. അത് കേൾക്കുക. ഞാൻ ഒരു സ്ഥാനത്തും എത്തരുതെന്ന് ആഗ്രഹിച്ചിരുന്ന ചിലരുണ്ടായിരുന്നു. ടാറ്റ, കൊക്കക്കോള തുടങ്ങിയ വൻകിട സ്ഥാപനങ്ങളുടെ ആളുകൾ. ഞാൻ മുഖ്യമന്ത്രിയായാൽ അവരുടെ തെറ്റുകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഭയമായിരിക്കാം അവരെ നയിച്ചത്. അതുപോലെ പാലക്കാട്ടെ ഇരുമ്പ് കമ്പനി ഉടമകൾ, വനം കയ്യേറ്റക്കാർ, പൊതുമുതൽ കൈയടക്കുന്നവർ, വിദ്യാഭ്യാസ കച്ചവടക്കാർ, പെൺവാണിഭ മാഫിയ സംഘങ്ങൾ, അഴിമതിക്കാർ, കഞ്ചാവ് ലോബി, വൃക്ക മാഫിയ, ഈ നിര നീളുന്നു. ഇവർക്കെല്ലാം എതിരെയുള്ള പോരാട്ടമായിരുന്നു കഴിഞ്ഞ
വർഷങ്ങളിലെ എൻ്റെ ജീവിതം. സത്യത്തിൽ ഇങ്ങനെ പറയണമെന്ന് തോന്നിയ ഒരു മുഖ്യമന്ത്രി, ഇല്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തുടങ്ങണം എന്ന് ആഗ്രഹിച്ച ഒരു ഭരണാധികാരി, അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ എന്നല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ അപൂർവമാണ്. അദ്ദേഹത്തിന് പോരായ്മകളും തെറ്റുകളും ഉണ്ടായിട്ടില്ല എന്നല്ല, പക്ഷെ അടിസ്ഥാനപരമായി താൻ എവിടെയാണ് നിൽക്കുന്നത്, താൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു പ്രധാനം. ഇതൊന്നും വെറുതെ പറയുകയായിരുന്നില്ല. അദ്ദേഹം ഭരണാധികാരി എന്ന നിലയിൽ അധികാരം ഏറ്റെടുത്തതിന് ശേഷം തന്നാലാവും വിധം ഒരുപാട് ഒരു മുഖ്യമന്ത്രി, പ്രത്യേകിച്ചും ഒരു ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഒരുപാട് സമ്മർദ്ദങ്ങൾക്കിടയിലാവും ജീവിക്കുക. എന്നാലും ആ സമ്മർദ്ദങ്ങൾക്കകത്തു നിന്നുകൊണ്ട് തന്നാലാവും വിധം ഇത്തരം പ്രവർത്തനങ്ങളെ താൻ വാക്കുപാലിക്കുക എന്നുള്ളതിൻ്റെ പേരിൽ അല്ലാതെ തന്നെ അതൊക്കെ ചെയ്യുക എന്ന ഉത്തമ ബോധ്യത്തോടെയാണ് അദ്ദേഹം പ്രവർത്തിച്ചതെന്ന് നമുക്ക് കാണാം. വ്യക്തിപരമായ പരിമിതികൾ തീർച്ചയായും അദ്ദേഹത്തെ അലട്ടിക്കാണും. ഞാൻ നേരത്തെ പറഞ്ഞ പാർട്ടിയുടെ സമ്മർദ്ദങ്ങളും രാഷ്ട്രീയപരമായ സമ്മർദ്ദങ്ങളും അദ്ദേഹത്തെ പലതിൽ നിന്നും മാറ്റിവെച്ചിട്ടുണ്ടാവും. എന്നാലും അദ്ദേഹം പലതും ചെയ്തു, പലതിനും ശ്രമിച്ചു, അഥവാ പലതിനും തുടക്കം കുറിച്ചു. ഇതാണ് അച്യുതാനന്ദനെ മറ്റു പലരിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കേരളത്തിലെ ആദ്യത്തെയും അവസാനത്തെയും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ഒരുപാട് അർത്ഥധ്വനികൾ അതിനകത്തുണ്ടാവും. തീർച്ചയായിട്ടും ധാരാളം മുഖ്യമന്ത്രിമാർ നമുക്കുണ്ടായിട്ടുണ്ട്. EMS ഉണ്ട്, നായനാറുണ്ട്, അച്യുതമേനോനുണ്ട്, PK വാസുദേവൻ നായരുണ്ട്, പിണറായി വിജയനുണ്ട്. അത് ഇടതുപക്ഷത്തിൻ്റെതായ മുഖ്യമന്ത്രി ഇങ്ങനെ പോകുമ്പോൾ അല്ലാതെ തന്നെ നമുക്ക് കെ കരുണാകരൻ, പട്ടം താണുപിള്ള, R ശങ്കർ, ഉമ്മൻചാണ്ടി, AK ആൻ്റണി, അങ്ങനെ നമ്മുടെ ഒരുപാട് മുഖ്യമന്ത്രിമാരും ഭരണാധികാരും. പക്ഷെ അവർ ഏൽപ്പിച്ച ദൗത്യം ചെയ്യുന്നു എന്നതിലുപരിയായി തനിക്കെന്തെല്ലോ ചെയ്യാനുണ്ട്, താൻ ഈ നാട്ടുകാരോട്, ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരോട് ചില കടമയുള്ളവരാണ് എന്ന ബോധ്യത്തോടു കൂടി വരികയും അത് ഏറ്റുപറഞ്ഞുകൊണ്ട് ഭരണ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ആ വ്യത്യസ്തത വരുന്നത്. അടിസ്ഥാന വർഗത്തോടൊപ്പം നിൽക്കുക എന്നത് അച്യുതാനന്ദനെ സത്യത്തിൽ അച്യുതാനന്ദനിലേക്ക് ആ ചിന്ത വന്നിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആദ്യകാല ജീവിതം, കഷ്ടപ്പാടിൻ്റെ ജീവിതം, ദാരിദ്ര്യത്തിൻ്റെ ജീവിതം, പാവപ്പെട്ട മനുഷ്യരോട് അടുത്തു നിന്നതിൻ്റെ ജീവിതം. P കൃഷ്ണപിള്ള അദ്ദേഹത്തെ കണ്ടെത്തുകയായിരുന്നു. അദ്ദേഹം കണ്ടെത്തിയപ്പോൾ തന്നെ ആദ്യം അദ്ദേഹം സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ എന്നുള്ള രീതിയിലായിരുന്നു. പിന്നീട് ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിലേക്ക് വരുന്നു. പുന്നപ്ര വയലാറിൻ്റെ ഭാഗം. അതൊക്കെ അതിനിടയിലാണ് 1940-കളിലാണ് P കൃഷ്ണപിള്ള അദ്ദേഹത്തെ കാണുന്നു. കൃഷ്ണപിള്ളയുടെയും സുഗതൻ്റെയൊക്കെ ക്ലാസ്സുകളിലൂടെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റായി മാറുന്നത്. കർഷക തൊഴിലാളികളെയും ചുമട്ട് തൊഴിലാളിയും ചെത്തു തൊഴിലാളികളെയും ഒക്കെ സംഘടിപ്പിക്കാനായി കൃഷ്ണപിള്ള അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും അങ്ങനെയാണ് ആ ദൗത്യം ഏറ്റെടുത്ത് അച്യുതാനന്ദൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ആ ബന്ധം നാടുമായി, നാട്ടുകാരുമായി, അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ പ്രശ്നങ്ങളുമായുള്ള ബന്ധത്തെ ഒരിക്കലും ഉപേക്ഷിക്കാതെയാണ് അദ്ദേഹം മുന്നോട്ട് പോയത് എന്നുള്ളത് അച്യുതാനന്ദനെ വേറിട്ട് നിർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പാർട്ടിയിലെ നേതാവ് എന്നുള്ളതിൽ 50-കളിൽ തന്നെ അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലുമൊക്കെ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 64-ലാണ് അദ്ദേഹം CPM രൂപീകരിക്കുന്ന ആദ്യത്തെ ആ സമ്മേളനത്തിൽ നിന്ന്, ഡൽഹിയിലെ ദേശീയ മീറ്റിങ്ങിൽ നിന്ന് പുറത്തു വന്ന 7 മലയാളികളിൽ ഒരാളായി മാറുന്നത്. അദ്ദേഹം അതിനുശേഷം CPM-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി മാറുകയും സംസ്ഥാന സെക്രട്ടറിയാവുകയും പോളിറ്റ് ബ്യൂറോ അംഗമാവുകയും ഒക്കെ ചെയ്തു എന്ന് നമുക്കറിയാം. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൻ്റെ പോരാളി എന്ന് പറയുമ്പോൾ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളോട് പോരാടുന്നത് പോലെ തന്നെ പാർട്ടിക്കകത്തും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനകത്ത്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് ഉണ്ടാവുന്ന അപജയങ്ങളെ അല്ലെങ്കിൽ ഏതെങ്കിലും വർഗമാറ്റങ്ങളെ കാണുകയും അതിനെ ചോദ്യം ചെയ്യുകയും അതിനകത്ത് തന്നെ ഒരു പോരാട്ടം നടത്തേണ്ടതുണ്ട് എന്ന ദൃഢനിശ്ചയത്തോടുകൂടി അത് ഏറ്റെടുക്കുകയും ചെയ്ത ആളാണ്. അതിനുവേണ്ടി അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടങ്ങൾ, പാർട്ടിക്കകത്ത് ശാസനകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തെ പലതരത്തിലും താഴത്തേക്ക് മാറ്റാനൊക്കെ പാർട്ടിക്ക് നിർബന്ധിതനാവേണ്ടത്. പക്ഷെ ആ ഒരു പാർട്ടി അച്ചടക്കത്തിനകത്ത് ഒതുങ്ങിക്കൂടാതെ അതിനപ്പുറത്തേക്ക് കടക്കാനും, എവിടെയെല്ലാമാണോ സമരം ആവശ്യം, എവിടെയെല്ലാമാണോ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അനീതി നേതൃത്വത്തിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാർട്ടിക്കകത്തുണ്ടെങ്കിൽ പൊതു രംഗത്തുള്ളതുപോലെ തന്നെ അതിനെയൊക്കെ നേരിടാനുള്ള കരുത്ത് അദ്ദേഹം നേടിയിരുന്നു എന്നുള്ള ആ രീതിയിലും അച്യുതാനന്ദൻ വേറിട്ടൊരാളായി മാറുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം കേരളത്തിൻ്റെ അവസാന കാലത്തെ രാഷ്ട്രീയ ഭൂമികയിൽ അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി എത്രമാത്രം തോൽവികളിലൂടെയും പോരാട്ടങ്ങളിലൂടെയുമാണ് അധികാരങ്ങളിലൊക്കെ എത്തിയത് എന്ന് പറയാം. ഒരുപക്ഷെ പൊതുസമൂഹം ആഗ്രഹിച്ച ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ അക്കാലത്തുണ്ടായ പ്രക്ഷോഭങ്ങളെപ്പോലും അടുത്തറിയാം. CPM-നെ പോലൊരു പാർട്ടി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ജനകീയമായ ആവശ്യങ്ങൾ അച്യുതാനന്ദനെ അധികാരത്തിലെത്താൻ വേണ്ടി ഉണ്ടായി. മറ്റൊരു ആൾക്ക് വേണ്ടിയിട്ടും അങ്ങനെ കേരളം ആഗ്രഹിച്ചിരുന്നില്ല. അതേസമയം ഒരു പ്രത്യേക കാലഘട്ടം വരെ അച്യുതാനന്ദൻ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലോ അത്രയൊന്നും സ്വീകാര്യനല്ലായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ പെട്ടെന്ന് ജനകീയ പ്രശ്നങ്ങളിലേക്കുള്ള നിലപാടുകളിലൂടെ അച്യുതാനന്ദൻ രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ എല്ലാ മനുഷ്യരുടെയും, കേരളത്തിൽ നീതിയും
സമത്വവും സാമൂഹ്യമായ നന്മയും ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരെയും പ്രിയപ്പെട്ട നേതാവായി മാറുകയായിരുന്നു. ഇതിനുള്ള ഒരുക്കം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രക്രിയയിൽ അടിസ്ഥാനപരമായി ഇഴകിച്ചേർന്നിരുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു ചേരലുണ്ടായ എത്ര നേതാക്കൾ നമുക്കുണ്ട് എന്നാലോചിക്കുമ്പോഴാണ് അച്യുതാനന്ദൻ തികച്ചും വ്യത്യസ്തനായി നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. നമുക്കറിയാം, അച്യുതാനന്ദൻ ഏറ്റെടുത്ത പല സമരങ്ങളും കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതങ്ങ് പുന്നപ്ര വയലാർ തൊട്ട് പോലീസിനെതിരെ, രാജവാഴ്ചക്കെതിരെ, ദിവാനെതിരെ ഒക്കെ വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ അച്യുതാനന്ദൻ ഏറ്റെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ നേതൃനിരയിൽ ഉണ്ടായിട്ടുണ്ട്. ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ എന്ന രീതി, ട്രേഡ് യൂണിയൻ നേതാവ് എന്ന രീതിയിൽ ഇത്തരം സമരങ്ങളിലൊക്കെ ഉണ്ടാവുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ഒളിവിൽ പോവുകയും ജയിലിലടക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ഈ വീര്യം സാധാരണ നിലയിൽ നമ്മൾ കാണുന്നത് അത് പാർട്ടിയുടെ ഒരു ചട്ടക്കൂടിനകത്തേക്ക് വരുമ്പോൾ പാർട്ടി അച്ചടക്കം എന്ന് പറയുന്നതിനകത്ത് ദൈക്ഷണികമായ ചില അന്വേഷണങ്ങൾക്ക് പല നേതാക്കളും നടത്തിയിട്ടുണ്ടെങ്കിലും അച്യുതാനന്ദൻ ആ വഴിക്കൊന്നുമല്ല. പ്രായോഗികമായിട്ട് എവിടെയാണ് താളം തെറ്റുന്നത്, അനീതിയുടെ സ്വരം എവിടെയെങ്കിലും ഉണ്ടോ, ഇല്ലെങ്കിൽ പാർട്ടി അതിൻ്റെതായ ഒരു രീതിക്കല്ല പോകുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് അപജയം എന്ന് അദ്ദേഹം വിചാരിക്കുന്ന രീതിയിൽ ഉണ്ടാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനും അതിനോട് പോരാടാനുമുള്ള ഒരു വീര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് തുടർച്ചയായിട്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള നേതാക്കൾ ആദ്യകാല കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടായിരുന്നു പോലും, പക്ഷേ അവരൊക്കെ പല രീതിയിലും ദൈക്ഷണികമായും ബൗദ്ധികമായും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയ മനുഷ്യരായിരുന്നു. അച്യുതാനന്ദനെ കുറിച്ച് പറയുമ്പോൾ അച്യുതാനന്ദൻ അങ്ങനെ അവകാശവാദമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറിയ വിദ്യാഭ്യാസം മാത്രമേ അദ്ദേഹം നേടിയിട്ടുള്ളൂ. പാർട്ടിയുടെ ഒരു ദൈക്ഷണിക നിലയിലേക്കൊന്നും അദ്ദേഹം കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ പ്രായോഗികമായ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ ഇത് താൻ ഏറ്റെടുക്കേണ്ട ദൗത്യമാണ് എന്ന് എപ്പോഴും അദ്ദേഹം ചിന്തിച്ചിരുന്നു. പാർട്ടിയുടെ താല്പര്യങ്ങൾക്കെതിരായി പാർട്ടിയോ നേതാക്കളോ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഉയരുന്നത് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നു. ഒരുപക്ഷെ നമ്മൾ കേട്ടതിനേക്കാൾ കൂടുതൽ പാർട്ടിക്കകത്ത് അത് ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. തീർച്ചയായും അച്യുതാനന്ദൻ വിമർശനങ്ങൾക്ക് അതീതനായിരുന്നില്ല. പാർട്ടി പലതലത്തിലും പല ഘട്ടത്തിലും അദ്ദേഹത്തിനെ വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ കർക്കശനായിരുന്നു എന്ന് നമുക്കറിയാം. വിട്ടുവീഴ്ചയില്ലാത്ത പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ അതിൻ്റെ ആവശ്യങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെയൊക്കെ ആവശ്യപ്പെടുന്നത് മനസ്സിലാക്കാൻ പാർട്ടിക്കും കഴിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിന് തുടർച്ചയുണ്ടായത്. തെറ്റുകൾ തീർച്ചയായിട്ടും പറ്റും. തെറ്റുകൾ പറ്റാത്ത മനുഷ്യരില്ല, തെറ്റുകൾ പറ്റാത്ത നേതാക്കളുമില്ല. പക്ഷേ ആ തെറ്റുകൾ പറ്റുമ്പോഴും അതിൻ്റെ പിന്നിൽ എന്താണ്, എന്തുകൊണ്ട് ആ തെറ്റ് പറ്റി എന്ന് ചിന്തിക്കാൻ പാർട്ടിയും അച്യുതാനന്ദനും ഒരേ സമയം ശ്രദ്ധിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം പിന്നെയും പാർട്ടിക്കും കേരളത്തിനും ഒരു സാധ്യതയായി മുന്നിൽ അണിനിരുന്നത്. ഒരുപക്ഷെ വിഭാഗീയതയുടേതായ പ്രശ്നങ്ങളൊക്കെ അച്യുതാനന്ദനിലൂടെയാണ് പാർട്ടിയിൽ അച്യുതാനന്ദൻ തുടക്കം കുറിച്ചു എന്നൊക്കെ അവകാശപ്പെടുന്ന പല വാദങ്ങളും നമുക്ക് കേൾക്കാൻ കഴിയും. പക്ഷെ അതിലുപരിയായിട്ട് താനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന ഉത്തമ ബോധ്യത്തോടു കൂടി ഇതിനെയൊക്കെ നേരിടാൻ അച്യുതാനന്ദൻ തയ്യാറായി എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരം നേതാക്കളാണ് ഒരുപക്ഷെ കൃഷ്ണപിള്ള കണ്ടെത്തിയ നേതാക്കളിൽ മാത്രം അവശേഷിക്കുന്ന ഒരു ക്വാളിറ്റി ആയിട്ട് നമുക്കതിനെ വായിച്ചെടുക്കേണ്ടി വരും. പാർട്ടി അംഗീകരിച്ച അല്ലെങ്കിൽ പാർട്ടി മുന്നോട്ട് വെച്ചതിലപ്പുറമായി കേരളത്തിൻ്റെ പ്രശ്നങ്ങളെ നേരിട്ടു എന്ന് കേരള സമൂഹത്തിനറിയാം. അതുകൊണ്ടാണ് അച്യുതാനന്ദനെ പാർട്ടിക്ക് അതീതനായി കേരളീയ സമൂഹം ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. പരിസ്ഥിതിയായാലും, സ്ത്രീകളുടെ പ്രശ്നങ്ങളായാലും, പോലീസിൻ്റെ പ്രശ്നങ്ങളായാലും, ആദിവാസികളുടെ പ്രശ്നങ്ങളായാലും, ഒരുപക്ഷെ വലിയ രീതിയിലുള്ള മുതലാളിത്ത കടന്നുകയറ്റങ്ങളെ, മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റങ്ങളെ ഒക്കെ അച്യുതാനന്ദൻ നേരിടാനുള്ള ചങ്കൂറ്റമുണ്ടായത് ഈ പറയുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ നേർക്കാഴ്ചയാണ്. സമൂഹത്തിൻ്റെ തപം അറിയാനുള്ള, ജനമനസ്സിൻ്റെ തപം അറിയാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകമായ ഒരു കൈയടക്കമാണ്. അത് അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയോട് ചോദിക്കുകയും താൻ എന്ന കമ്മ്യൂണിസ്റ്റിൻ്റെ മനസാക്ഷി പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അവിടെയൊന്നും അദ്ദേഹം അധികാരത്തെ അല്ല ആഗ്രഹിച്ചത് എന്ന് നമുക്ക് നോക്കിയാൽ കാണാം. അതുകൊണ്ടാണ് 83 വയസ്സിൽ മാത്രമാണ് അദ്ദേഹം, അതിനു മുന്നേ ഒരുപക്ഷെ മന്ത്രിയാവാത്ത മുഖ്യമന്ത്രിമാരിൽ അപൂർവം പേരാണ്. ഒരിക്കലും അദ്ദേഹം മന്ത്രിയായിട്ടില്ല. അതിനും അദ്ദേഹം ചോദിച്ച ഭരണപരിചയക്കുറവുണ്ടോ എന്ന അഭിമുഖത്തിൽ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് വളരെ രസകരമായിട്ട്, EMS ആദ്യത്തെ മുഖ്യമന്ത്രിയാവുമ്പോൾ അദ്ദേഹത്തിന് ഭരണ പരിചയം ഉണ്ടായിരുന്നു എന്ന്. തീർച്ചയായിട്ടും നായനാർക്കും മുഖ്യമന്ത്രിയാവുമ്പോൾ ഭരണപരിചയം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുക. എത്രയും കർക്കശമായി ക്രൂഷ്യലായി അതിനെ കാണുകയും അതിനുള്ള ഒരു വലിയ ഒരു സാധ്യത അദ്ദേഹത്തിൻ്റെ ബൗദ്ധിക അദ്ദേഹത്തിലെ കമ്മ്യൂണിസ്റ്റിനുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. തീർച്ചയായിട്ടും അച്യുതാനന്ദൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളാൽ, ശാരീരികമായ പ്രശ്നങ്ങളാൽ കേരള മണ്ഡലത്തിൽ സജീവമായ ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന് നമുക്കറിയാം. തീർച്ചയായിട്ടും അവിടെ തന്നെ അച്യുതാനന്ദൻ ഉണ്ടായിരുന്നുവെങ്കിൽ
അല്ലെങ്കിൽ അച്യുതാനന്ദൻ ഇങ്ങനെ ഒരു പ്രശ്നത്തെ എങ്ങനെ കാണുമായിരുന്നു എന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ, ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികർ മാത്രമല്ല, CPM-ൻ്റെയോ CPI-യുടെയോ ഇടതുപക്ഷ അനുഭാവികൾ മാത്രമല്ല, അല്ലാത്ത മനുഷ്യർ പോലും അങ്ങനെ ചിന്തിക്കുന്നു. ഏതൊരു കേരളത്തിൻ്റെ സമൂഹത്തിലെ ഒരു പ്രതിസന്ധിയെ അല്ലെങ്കിൽ സമൂഹം ഏറ്റെടുക്കേണ്ട ഒരു വിഷയത്തെ എങ്ങനെയായിരിക്കും അച്യുതാനന്ദൻ എന്ന നേതാവ് കൈകാര്യം ചെയ്തിരിക്കുന്ന എന്ന ചിന്ത പൊതുമണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് വളരെ അപൂർവ നേതാക്കൾക്ക് മാത്രമേ അങ്ങനെ കഴിയൂ. ഒരുപക്ഷെ ഇനി അങ്ങോട്ട് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലോ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലോ അത്തരത്തിലുള്ള സ്വാധീനം, അത്തരത്തിലുള്ള ഇഴകിച്ചേരൽ മനുഷ്യരുമായി അല്ലെങ്കിൽ പാവപ്പെട്ട മനുഷ്യരുമായി ഇഴകിച്ചേരാനും അവരുടെ ഇഷ്ടങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെ താലോലിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് അവർ കരുതുന്ന നേതൃത്വങ്ങൾ നഷ്ടമായിക്കൊണ്ടിരുന്ന കാലം കൂടിയാണ് നമ്മൾ. അവിടെയാണ് അച്യുതാനന്ദൻ നിശബ്ദനായപ്പോൾ അല്ലെങ്കിൽ അച്യുതാനന്ദനെ പോലെ ഒരാൾ ഉണ്ടാവേണ്ടതായിരുന്നു എന്നുള്ള തോന്നൽ മനുഷ്യർക്കുണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ഇതൊക്കെ കാണിക്കുന്നത് വ്യക്തിഗതമായിട്ട് ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വ്യക്തി എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല ഒന്നായിരിക്കില്ല എങ്കിൽ പോലും വ്യക്തികൾക്കും ചിലത് ചെയ്യാനുണ്ട്, ചിലത് പറയാനുണ്ട്, നേതൃത്വത്തെ തിരുത്താൻ. ഞാൻ നേരത്തെ പറഞ്ഞ അച്യുതാനന്ദൻ സമൂഹത്തിലെ അനീതിക്കെതിരെ എന്ന പോലെ തന്നെ പാർട്ടിയിലെ അനീതിക്കെതിരെ, ഗവൺമെൻറ്റിലെ അനീതിക്കെതിരെ ഒക്കെ പോരാടാനുള്ള ഒരു തന്മയത്വം അദ്ദേഹം കാണിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ഇത് ജനങ്ങൾ ഏറ്റെടുത്തിരുന്നു. എന്തുകൊണ്ട് ഇതൊക്കെ സാധിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഏത് നിലയിൽ പ്രവർത്തിക്കുമ്പോഴും, ഒരു സാധാരണ നേതാവ് എന്ന നിലയിൽ, ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ എന്ന രീതിയിൽ, ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ, MLA എന്ന നിലയിൽ, അല്ല പക്ഷേ മുഖ്യമന്ത്രി എന്ന നിലയിൽ, അതൊന്നും തന്നെ വെറും ഔപചാരികമായ ഇടപെടലുകളായിരുന്നില്ല, ഒരുപക്ഷെ ഔപചാരികമായ രോഷങ്ങളായിരുന്നില്ല അച്യുതാനന്ദൻ എന്ന നേതാവ് മുന്നോട്ട് വെച്ചത്. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തട്ടിയ, അദ്ദേഹം അതിനെ മനസ്സിലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് അദ്ദേഹം അതിനോട് ഇടപഴകിയത്. ഇത് മനസ്സിലാക്കാനുള്ള ശേഷി, ഇല്ലെങ്കിൽ ഇങ്ങനെയൊരു നേതാവിനെ തിരിച്ചറിയാനുള്ള ശേഷി കേരളീയ സമൂഹത്തിനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അച്യുതാനന്ദനെ മറ്റെല്ലാവരിൽ നിന്നും വേറിട്ട് നിർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും അച്യുതാനന്ദൻ നേതാവിനെ നിസ്സഹായനാക്കിയ ഒരുപാട് രാഷ്ട്രീയ സന്ദർഭങ്ങൾ കേരളത്തിൻ്റെ മുന്നിലുണ്ടാവാം. അതൊക്കെ ചരിത്രകാരന്മാർ അത് മറ്റൊരു രീതിയിൽ, വലിയ രീതിയിൽ സൂക്ഷ്മമായി പഠിക്കുകയും അതിനെക്കുറിച്ച് പുതിയ പഠനങ്ങളും അന്വേഷണങ്ങളും ഒക്കെ വരികയും ചെയ്യും. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും വളരെ അർത്ഥവത്തായ ഒരു രാഷ്ട്രീയ ജീവിതം നയിച്ച ഒരു സഖാവിൻ്റെ പേരാണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ അഥവാ VS അച്യുതാനന്ദൻ. അദ്ദേഹം ചരിത്രത്തിലേക്ക് നീങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ ജീവിതവും അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ബോധ്യങ്ങളോടും കൂടി തന്നെയാണ് എന്നുള്ളത് തീർച്ചയായും ചരിത്രം അതിനെ ആ രീതിയിൽ തന്നെ വിലയിരുത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.